ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈദ് വ്ളോഗ് ആയാലോ? ഇതുവരെ ഈദിനൊന്നും ഞാൻ എവിടെയും പോയില്ല. ഇക്കുറി ഈദിന് താത്താരെ വീട്ടിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. വീഡിയോ എടുക്കും ചെയ്യാം. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം മക്കളെ കുളിപ്പിക്കലും അതിന്റെ ഇടയിൽ കൂടെ അതിന്റെ ഇടയിൽ കൂടെയാണ് നമ്മള് ഫുഡ് കഴിക്കല്. അപ്പോ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ വഴിയെ ഇടാട്ടോ, ഷോർട്സ് ആയിട്ട്. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ അമ്മ തറവാട്ടക്കും കൊണ്ടുപോയി. അപ്പം പിന്നെ ആ ഇടയിൽ ഞാനൊന്ന് പോയി സുന്ദരി കുട്ടിയായി. അപ്പം നമ്മൾ ആദ്യം പോയത് വലിയ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ ഇയാളെ നിങ്ങൾ വ്ളോഗിൽ കാണല്ലോ, ഇതിൻ്റെ ഒരേ ഒരാങ്ങളയാണ്. ഞങ്ങൾ 4 പെമ്മക്കൊക്കില്ല ഒരേ ഒരാങ്ങള. നമ്മൾ താത്താൻ്റെ വീട്ടിൽ കയറി. അവിടെ ചെന്നപ്പോൾ അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ അയൽവക്കക്കാരും കുടുംബക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഓള് ബീഫ് ബിരിയാണി. നമ്മൾ പിന്നെ അങ്ങനെ നോക്കൊന്നുമില്ല. എല്ലാവരും പേരും ചെയ്യുന്നു. ആദ്യം ചെമ്പട്ടിക്കാണ് പോകും. എന്തൊക്കെ ഉണ്ട്, എനിക്ക് തിന്നാൻ പറ്റിയ എന്തേലും ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പം ചെമ്പട്ടിയിലുണ്ട് ചോറും ബീഫ് വരട്ടിയതും ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ട്. ചോദിച്ചാലും പറയാനൊന്നുമില്ല. ഞാൻ വേഗം പായസം എടുത്തോണ്ട് കുടിച്ചു. ഓളത് ഭയങ്കര എന്താ വെള്ളം പോലെ ആയിട്ടുണ്ട് ഓളെ പായസം. പിന്നെ ഏട്ടത്തിൻ്റെ മോള് പുഡിങ് ഉണ്ടാക്കി. അപ്പോൾ അത് ലാസ്റ്റ് എത്തിക്കണം. ഞാൻ വേഗം പോയി ഫ്രിഡ്ജിൽ പോയെടുത്ത് ഞാൻ ആദ്യം തിന്നട്ടെ. പിന്നെ ഓളെ ചതുരപ്പുളി തിന്നാനല്ലേ നമ്മൾ കാര്യമായിട്ട് പോണത്. അപ്പം ചതുരപ്പുളിയും പറിച്ചു. ചതുരപ്പുളി തിന്നാൻ മറന്നുപോയോ, കുട്ടീൻ്റെ വജ്ജി കൊടുത്ത് ഓനാ തിന്ന്. അപ്പോൾ താത്താരെയും കുട്ടികളെയും കയറ്റി നമ്മൾ നേരെ വിട്ടു അടുത്ത താത്താൻ്റെ വീട്ടിൽ. അങ്ങനെ കാറ് ഹൗസ്ഫുള്ളായി. മറ്റവനാകെ അന്തം വിട്ട് നോക്കണം. അപ്പം താത്താൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ ഉണ്ട് വരുന്നവർ. ഓലൊക്കെ എന്നെ കണ്ടിട്ട് ഇതാരാന്ന് ചോദിച്ചത്. വയസ്സ് എന്താ പതിനൊക്കെ നമ്മൾ മറുപടി പറയും. നമ്മൾ അടുത്ത വീട്ടിൽ വണ്ടി നിർത്തിയിട്ട് നമ്മളോളെ വീട്ടിലേക്ക് പോയത്. ഓളെ വീടിൻ്റെ മുറ്റത്ത് ഏതോ അപ്പുറത്തെ വീട്ടിലത്തെ ഏതോ കാറുണ്ട്. പിന്നെ ഓളെ വീട്ടിൽ പോയി ഓളെ ഫ്രിഡ്ജിലെ മിൽക്ക് മേടൊക്കെ വാരി തിന്ന്. അതൊക്കെ തിന്ന് പൗതി ലിപ്സ്റ്റിക്കും പോയപ്പോൾ ഒരു സമാധാനം. അപ്പോൾ അത് നോക്കിക്കണോ, എൻ്റെ തൊള്ളിക്കും കുറച്ച് തേച്ച് കൊടുത്തു. പിന്നെ അതവിടെ വെച്ച് ഫ്രിഡ്ജ് അടിച്ചു. പിന്നെ പായസം. ഓളാണ് പായസം സ്പെഷ്യലിസ്റ്റ്. ഓളെ പായസം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ഓളുണ്ടാക്കണ സദ്യ ആയാലും പായസമായാലും ഭയങ്കര ടേസ്റ്റാണ്. സദ്യ എന്നാൻ പുതിയ ഞാൻ നേരെ ഓളെ വിട്ട് കൂടും. അപ്പോൾ ഞാൻ പിന്നെ ചോദിച്ചാലും പറയാനൊന്നുമില്ല. എൻ്റെ ഏട്ടത്തിൻ്റെ കാര്യം തന്നെയല്ലേ, ഞാൻ പോയി എടുത്ത് കുടിച്ചു. ഓള് വന്നപ്പോൾ ഞങ്ങൾ 4-5 ഗ്ലാസ് പായസം കുടിച്ചത്. പായസം ഞാൻ എനിക്കും നിഷുവിനെടുത്ത് ഞങ്ങൾ പോയി കുടിച്ചു. അപ്പോൾ അടുത്ത ആൾ നോക്കണോ, ഓൻ ഭയങ്കര പായസം കൊതിയനാണ് കേട്ടോ. ഓനും കൊടുത്തു കുറച്ച്. ഓന് വീടിന്ന് വന്നപ്പോൾ ഫുഡ് കൊടുത്താണ്, പിന്നെ കൊടുത്തിട്ടില്ല. ഓനും കുറച്ച് പായസമൊക്കെ കൊടുത്തു. അവിടെ ഒന്നും ഫുഡ് ഉണ്ടാക്കില്ല. ഓല തറവാട്ടിൽ ഉണ്ടാക്കിയിട്ടാണ്. വിശക്കുന്നുണ്ട്, പക്ഷെ ഓല വീട്ടിലൊന്നും വെച്ചിട്ടില്ല. എന്നാൽ പിന്നെ എല്ലാം കൺട്രോൾ ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മൾ വണ്ടി ആങ്ങളൊക്കെ അവിടെ തിരിച്ചാൻ കഴിയില്ല കാരണം മുകൾക്ക് അറ്റം കൊണ്ടുപോയി ഓൻ ഇന്നെ നടത്തിച്ച്. അപ്പോൾ ഇഞ്ഞ് പോണ അടുത്ത താത്താൻ്റെ വീട്ടിലേക്കാണ്. അപ്പൊ പിന്നെ ഓള് പോരുന്നില്ല, ഓള് കുറച്ച് കഴിഞ്ഞിട്ടാണ് പോരുന്നെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നേരെ അടുത്ത ഏട്ടത്തിന്റെ വീട്ടിലെത്തി. ഓളത് പിന്നെ ആനക്കം ഈരാമുടുക്ക് പറഞ്ഞ സ്ഥലത്താ. വല്ലാത്ത ഓളെ വീട്ടിലെത്തി നമ്മള് ഒരു ഓണടിച്ചപ്പോഴത്തേനോള് വാതിലിറന്നു. ഓള് നല്ല ഉറക്കാ. ഞങ്ങൾ ആകെ തട്ടി തിരിഞ്ഞ് നടക്കുക. കണ്ടപ്പോ ചെറിയൊരു കുശുമ്പ് തോന്നിട്ടോ. ഓളെ വീട്ടിൽ കയറി ആദ്യം പോയി സോഫയിലാണ് ഇരുന്നു. ഒരു സമാധാനം. അവന് കുട്ടി ഉറങ്ങിയതൊക്കെ ഉണന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും പായസം ഉണ്ടാക്കിയപ്പോൾ ഓള് കേക്ക് ഉണ്ടാക്കിയ ബ്ലൂബെറി കേക്കാണെന്നാ പറഞ്ഞത്. എനിക്ക് വലിയ ഇഷ്ടമായതൊന്നുമില്ല. ഇല്ലെങ്കിലും ഞാൻ 5-6 കഷ്ണമൊക്കെ ഞാൻ കത്തിട്ട് വരി തന്നിടണം കണ്ടോ. ഇതിലെത്ര 40 പീസറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനത്തെ 3 കേക്ക് ഉണ്ടാക്കിയെന്നാ പറഞ്ഞത്. ഞാൻ അതൊക്കെ കഴിച്ച് ഞാനും നിഷും കഴിച്ചു കേട്ടോ. ഓളാ എനിക്ക് വീഡിയോ എടുത്തിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്ന് കുറച്ച് നേരം അവളെ അമ്മായിമ്മൊക്കെ വന്ന് ഉമ്മ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ നേരെ വിട്ടു അവിടുന്ന് വീട്ടിൽ ഒന്നും നോക്കിയില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ കെട്ടിച്ച വീട്ടിലൊക്കെ പോയി. അതൊന്നും പിന്നെ ഞാൻ വ്ളോഗ് എടുത്തില്ല. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം. ബൈ.